സ്മര സദാ മാനസ ബാലഗോപാലം 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 ദുരിതമായ ദാരുണ ദുരിതമായ ദാരുണ ദുരിതമായ ദാരുണ ദുരിതമായ ദാരുണ ഗിരികുലീശം ദുരിതമായ ദാരുണ ഗിരികുലീശം സ്മര സദാ മാനസ ബാലഗോപാലം സ്മര സദാ മാനസ ബാലഗോപാലം ഗരുഡ തുരംഗം കനകസൂചേലം ഗരുഡ തുരംഗം കനകസൂചേലം ഗരുഡ തുരംഗം കനകസൂചേലം പരമപുരുഷം ശ്രീ പരമപുരുഷം ശ്രീ പരമപുരുഷം ശ്രീ പരമപുരുഷം ശ്രീ പങ്കജനാഭം പരമപുരുഷം ശ്രീ പങ്കജനാഭം സ്മര സദാ മാനസ ബാലഗോപാലം സ്മര സദാ മാനസ ബാലഗോപാലം സ്മര സദാ മാനസ ബാലഗോപാലം 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 നിവേദുട്ടാ ഓ നന്നായി പാടിയോ? സൗണ്ട് പെട്ടെന്ന് റെഡിയായല്ലോ. ഞാൻ ഫുള്ള് വോയിസ് ടെസ്റ്റ് ചെയ്യുന്നു. ആണോ? വേറെന്തെങ്കിലും പൊടി കൈകൾ എന്തെങ്കിലും കഴിച്ചോ? വാറോണ പറഞ്ഞ ഉള്ളി ശർക്കര. ആ ഉള്ളി ശർക്കര അത് കഴിച്ചോ? പെട്ടെന്ന് ശരിയായില്ലേ?
അതെനിക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. ആ ഇവരുടെ ഇതാണ് കേട്ടോ, റെസിപ്പിയാണത്. ആ ആരുടെ ഉള്ളിയും ശർക്കര ഇവിടുത്തെ പിന്നെ നമ്മുടെ ജൂനിയേഴ്സിന്റെ. ഇരട്ടിമധുരം പൊടി ആണോ? വെച്ച്. ആ. ഇരട്ടിമധുരം പൊടി ഇരട്ടി അതും മധുരം തേനും കൂടി. അതൊക്കെ മറ്റേ ചെറുള്ളിയും ശർക്കരയും ശർക്കരയും. ശർക്കരയും. ഓ അതെന്താ മിക്സ് ചെയ്ത് കഴിക്കോ? ആ ശർക്കര ഒരു കടി അടിച്ചിട്ട് അത് തിന്നു. ആ എന്നിട്ട് ആ എന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഓർന്ന് ഉറങ്ങും. അല്ല ഉള്ളി ചെറിയ ഉള്ളി കടിക്കോ? അതും കഴിക്കും. എന്നിട്ട് ഇതും കൂടെ പെട്ടെന്ന് നല്ലതാണ്. സൗണ്ട് റെഡി ആയി അല്ലേ? പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞ് പല്ല് തേച്ചണം കേട്ടോ മോനെ. അല്ലെ ഉള്ളി വലിയ അപകടകാരിയാ. ഓക്കെ, ചോദിക്കാം. ശരത് സർ. മക്കളെ ഓ ചക്കരെ, ഓ കാര്യം ഈ ഒരു നിന്റെ സ്ഥിതി, ഇപ്പൊ ശബ്ദത്തിന്റെ ഒരു സ്ഥിതി നമുക്ക് എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും അറിയാം മോനെ. മോന് ശബ്ദം അടപ്പുണ്ട്. പക്ഷെ ഈ ശബ്ദം അടപ്പ് വെച്ചിട്ട് നീ ഉഗ്രമായിട്ട് പാടി, താങ്ക് യു സാർ. വളരെ മനോഹരമായിട്ട് പാടി. കാര്യം ഇത് ആർക്കും പറ്റത്തില്ല. അത് നമുക്കൊക്കെ കുറച്ച് പാടുന്നതുകൊണ്ട് ഒരു ഇച്ചിരി അടപ്പുണ്ടെങ്കിൽ നമുക്ക് കൈവിട്ടു പോകും. പക്ഷെ അത് നിനക്കൊരു ദൈവാധീനമുണ്ട്. അത് ഉള്ളിയും ശർക്കരയുടെയും രൂപത്തിൽ വന്ന് നിന്നെ അനുഗ്രഹിച്ചു കേട്ടോ. ഓ. ഇത് ആരുടെ കൃതി? ആ സ്വാതി തിരുനാൾ മഹാരാജ. ആസ്വാദിരുന്നാലോ? അല്ല ആ സ്വാതി തിരുനാൾ മഹാരാജ. മഹാരാജാവിൻ്റെതാണ്. ആ. ഇത് മോന് ഇത് ആര് പാടിയാണ് പഠിച്ചത്? എം ജി സാർ. ആ അസാധ്യമായിട്ട് പാടിയിട്ടാണ്. മോൻ പാടുമ്പോഴൊക്കെ അണ്ണം പാടി ആ പെർഫെക്ഷൻ, അപ്പോൾ അതിൻ്റെ മണി പോലെ പാടും. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ കേട്ടോണ്ടിരുന്നത് കേട്ടോ. അപ്പം എം ജി അണ്ണ ലവ് യു ഒരു തവണ കൂടി. ഇത് ഏത് ഫിലിമിലാണ് ഉണ്ടായിരുന്നത് കേട്ടത്? രാധാമാധവ്. രാധാമാധവോ എന്തോ? രാധാമാധവ്. ആ മാർക്കെല്ലാം കുറയ്ക്കും കേട്ടോ അയ്യോ വേണ്ട. മക്കളെ. അതുപോലെ എനിക്ക് മോനെ അത് ഈ നമ്മൾ കുറച്ചൊക്കെ പാടും മോൻ എപ്പോഴും അതൊരു കൃത്യതയോടെ അത് നമ്മൾ പല്ലവി പാടി കണക്ട് ചെയ്തെടുക്കുന്നതൊക്കെ കൊണ്ട് എറിഞ്ഞിട്ട് എടുക്കുന്നോടെ എടുക്കാതിരിക്കുക കേട്ടോ. അത് മോൻ കുഞ്ഞല്ലേ, അത് കുഴപ്പമില്ല, മോൻ പഠിച്ചോണ്ടാ മതി കേട്ടോ. ഇത് ഏതാ രാഗം? ബിലഹരി. ആ ഫാന്റാസ്റ്റിക്, അസാധ്യം. അപ്പം മോനെ എനിക്ക് ഈ ഇടം നീ ആ ചരണം പാടിയില്ലേ ഗരുഡ, ആ അതെന്തോന്ന് എടുപ്പായിപ്പോയി. ഇവര് പാച്ചു ഓടിത്തള്ളിപ്പോയി. അതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു കൊടുത്ത് അവരൊന്ന് സമത്തിന് എടുക്കട്ടെ. അനുഫേ എടാ നിന്റെ കച്ചേരിക്ക് ഞാൻ ഫ്രണ്ട് വന്നിരുന്നിട്ട് ഇത് ഇങ്ങനെ കാണിക്കാം. നിന്നെ കണ്ട അവൻ ഏത് കീർത്തനം പാടിയാലും ഗരുഡ പാടും, താളം വിട്ടാലും. മക്കളെ അത്രേ ഉള്ളൂ കേട്ടോ. പറഞ്ഞില്ല, നീ ഉള്ളത് കൊണ്ട് ഈ ശബ്ദം അടപ്പ് വെച്ചിട്ട് മക്കള് മനോഹരമായിട്ട് അതിനെ പാടി കേട്ടോ. താങ്ക് യു സാർ. പക്ഷെ ഇത് അടപ്പ് മാറ്റിത്തോണം ഓ കേട്ടോ, ഞങ്ങളുടെ അടപ്പ് തെറിപ്പിക്കരുത് കേട്ടോ. ഓ അത്രേ ഉള്ളൂടാ ചക്കരെ. ലവ് യു. താങ്ക് യു മാം. അല്ല താങ്ക് യു സാർ. ഗുഡ് ബോയ്. ആയുഷ്മാൻ ഭവ. ഇപ്പൊ മൊത്തം തിരിഞ്ഞ ഉണ്ണി, ദിവ്യ ഉണ്ണിനെ ഉണ്ണി പോകുന്നു. ഇത്രയും കമന്റ് പറഞ്ഞിട്ട് താങ്ക് യു മാം. നിനക്കൊക്കെ വേണ്ടി ഇവിടുന്ന് താളം വിട്ട് എന്നെ തല്ലെന്നാണ്. ഒത്തൊന്ന് കക്ഷമൊക്കെ വേദന എടുക്കുന്നു. അപ്പൊ നീ മാഡം ഒന്നോ പൊക്കോടുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ശരത് സർ. ചേച്ചി. നീ വേദു ഓ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു മാം. ഈ ഒരു വോയിസ് വെച്ചിട്ടേ കഷ്ടപ്പെട്ട് മോൻ നന്നായി പാടി. എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു പേടി. തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ചൊരു ക്ഷീണം വോയിസിൽ തോന്നി. അതെങ്ങനെ ചെന്ന് അവസാനിപ്പിക്കും എന്ന് എനിക്കൊരു വല്ലാത്ത ടെൻഷനായിരുന്നു. പക്ഷെ അത് ഗംഭീരാക്കി. താങ്ക് യു മാം. ചില ഭാഗങ്ങളൊക്കെ അവൻ പാവം കഷ്ടപ്പെടുന്നുണ്ട്. കഴുത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, കഴുത്തൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോയിട്ട് സംഗതികളൊക്കെ എടുത്തോണ്ടിരുന്നത് അല്ലേടാ. ബുദ്ധിമുട്ടി, വല്ലാണ്ട് ബുദ്ധിമുട്ടി. പക്ഷെ നല്ല കുട്ടി, പറയുന്ന കേട്ട് അതുപോലെ മിണ്ടാതിരുന്ന് ശബ്ദമൊക്കെ സൂക്ഷിച്ച്. ഓ ഈ ഒരു പെർഫോമൻസും കൂടെ കഴിഞ്ഞാ പിന്നെ എന്താ, ഫ്രീ ആയോ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത അടുത്ത എന്താ? അതുവരെ ഇനി ഒന്നും വേറൊന്നും പാടണ്ടല്ലോ. അതെ, ഇനി ആശ്വാസമായല്ലോ എന്ന് വെച്ച് ബഹളം വെക്കാൻ പോവരുത്. ഓ ഇനി നമുക്ക് പ്രിസർവ് ചെയ്യണം. ചിലപ്പോ നമ്മള് ഫിനാലയിൽ ഉണ്ടെങ്കിലോ? അതെ, പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നമുക്കത് ദൈവത്തിൽ വിട്ടുകൊടുക്കാം. ഓക്കെ, ഓ. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും മോനെ അസലായിട്ട് പാടി. ദൈവം കൂടെ ഉണ്ടായിരുന്നു ഇന്ന് പാടുമ്പോൾ. മോനെ വല്ലാണ്ട് സഹായിച്ചു. അതുകൊണ്ടാണ് എവിടെയും അങ്ങ് വല്ലാണ്ട് മോശമായി എവിടെയും തളർന്നു വീഴാഞ്ഞത്. ഓക്കെ, ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു മോൻ പാടി. താങ്ക് യു മാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാ? പിന്നെ പ്രാർത്ഥന എന്താ ഞാൻ നേർച്ചയാള് എന്താ നേർന്നിരിക്കുക. പ്രാർത്ഥിച്ച ദൈവത്തിനോട്? സ്പ്രേ സ്ട്രെയിൻ ഒരു സ്പ്രേ വാങ്ങിത്തരാം. സ്പ്രേ കിട്ടും. പറ. അല്ല നല്ലോണം പാടാൻ പറ്റണേ പറഞ്ഞു. കഴിഞ്ഞതില് മാർക്ക് കുറവല്ലേ? മോനെ എന്താ ഷർട്ടില് ഡിസൈന്? ആരെങ്കിലും വരച്ചതാണോ? അല്ല മയിൽപീലി. മയിൽപീലി. മയിൽപീലി അത്രേ ഉള്ളൂ. ഓടക്കുഴലുണ്ടല്ലേ? ആ
നല്ല ഭംഗിയുണ്ട്, നല്ല ഷർട്ട്. ആ ഷർട്ട് കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു കുട്ടി ഉണ്ണിമുകുന്ദൻ. നാളെ വന്ന് ഓക്കെ ചേടാ മുകുന്ദനുണ്ണി. എടാ മുകുന്ദനുണ്ണി. നിവേദ് കൃഷ്ണ ഓ നന്നായിരുന്നു. താങ്ക് യു സാർ. നിവേദ് കൃഷ്ണ എന്നൊക്കെ അങ്ങനെ നമ്മളിവനെ വിളിക്കാറില്ല. അതെ. നിവേദ് ഇത് പഠിച്ചിട്ടുണ്ടോ ഈ കീർത്തനം? അതോ ഇത് ഫിലിമിൽ നിന്ന് ഇങ്ങനെ കേട്ട് പഠിച്ചാണോ? ആ ഓക്കെ. അപ്പൊ മോനെ ഇത് ഈ ബിലഹരി എന്ന് പറഞ്ഞ രാഗമൊക്കെ മോൻ പഠിച്ചു കഴിയുമ്പം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ഓരോന്നായിട്ട് നമ്മളെല്ലാരും പാടിപ്പിക്കേണ്ടി വരും. പലയിടത്തും ബിലഹരി അല്ല മോൻ പാടുന്നത്, അവിടെ ഇവിടെ ഒക്കെ മാറിപ്പോകുന്നുണ്ട്, രാഗം മാറിപ്പോകുന്നുണ്ട്. എന്നാലും ഇതൊരു ഫിലിമി ക്ലാസിക്കൽ റൗണ്ട് ആയതുകൊണ്ട് അധികം നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ആ ഒരു ഇടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയില് ഇടയില അല്ല. ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്ഥലം ആ കേട്ടാ. മോനിപ്പോ പാടി എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ. അതിപ്പോ മോൻ പഠിച്ചപ്പം ഗരുഡ തുറങ് അങ്ങനെയല്ലേ പഠിച്ചത്? ആ. ഞാൻ പഠിച്ചത് ഗരുഡ തുറങ് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ അത്, എന്റെ അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ മിസ് ഔട്ട് ചെയ്തു. പക്ഷെ ഇവര് രണ്ടുപേരും അയ്യോ സൂപ്പർ, ഫുൾ പെർക്കഷൻ മാത്രമായിരുന്നത്. അതുപോലെ ഋതം നമ്മുടെ ചേട്ടന്റെ പേര് മറന്നുപോയി, ജോൺ ചേട്ടൻ. അയ്യോ സൂപ്പർ ആയിരുന്നു. അവര് ഫുൾ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഭാഗ്യത്തിന് ശബ്ദമൊക്കെ ഓക്കെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പം ഹാപ്പി അല്ലേ? ഓ ഹാപ്പി. വെരി ഹാപ്പി. വെരി ഹാപ്പി. അപ്പം ബി ഹാപ്പി. ഓക്കെ, ഫിനാലയിലേക്ക് കയറാൻ പറ്റട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന മക്കളെ, പ്രാർത്ഥന. ഇത് നമുക്ക് അറിഞ്ഞൂടാ അത് ആരൊക്കെ വരും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. പക്ഷെ വരട്ടെ, മോനൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ചേട്ടാ. അപ്പൊ സൗണ്ട് ഒക്കെ ഓക്കെ ആക്കി നമ്മുടെ ചക്കരക്കൂട്ടം വന്ന് പാട്ട് പാടി, നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി എത്രയാണ് മാർക്ക്? അപ്പൊ ചക്കരക്കുട്ടൻ ഇതിനെ കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ രാജാ സാറിന്റെ മോനെ ഇതേ രാഗത്തിൽ ഒരു പാട്ട്, ഒരു പല്ലവി പാടിത്തരാം ഓക്കെ കേട്ടോ. ഇത് മക്കൾക്ക് വേണ്ടിയാ, വേറെ ഒറ്റ മനുഷ്യൻ ഇത് കേൾക്കാൻ പാടില്ല. ഇച്ചിരി തരുമോ എനിക്ക്? ഇല്ല, പറ്റത്തില്ല. ഓക്കെ കാരണം പാട്ട് പേരിലുള്ളവരാരും ഇത് കേൾക്കരുത്. ഓ അങ്ങനെ ഞങ്ങൾക്ക് കേൾക്കാമോ സർ? ഞങ്ങള് ചിരിപ്പിക്കണോ? ഒന്നാമത് ഒരു വല്ലാത്ത ചുരുതി കിടക്കാം. ഈ അനൂഫേ, നീ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വായിക്കും. கூந்தலிலே மேகம் வந்து குடி புகுந்தாளோ கவியெழுத்து. கூந்தலிலே மேகம் வந்து குடி புகுந்தாளோ கவியெழுத்து. குறுநகை அமைத்தது இலக்கிய மேடை, கருவிழி உருளது மன்மத ஜாடை. கூந்தலிலே மேகம் வந்து குடி புகுந்தாளோ கவியெழுத்து. This is for you, my darling. താങ്ക് യു സാർ. അവിടെ വേറൊരു ഇൻസ്ട്രുമെന്റ് മാർക്ക് എന്നൊക്കെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ജീവിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കേട്ടോ. എന്തേലൊക്കെ ഉണ്ടാവും കിലുങ്ങുന്ന. ശരി, വെരി നൈസ്. നല്ല ശബ്ദ. മാർക്കോ ഇടിച്ചോണ്ടിരിക്കുന്നു. മാർക്കോ പറഞ്ഞേക്കാം മക്കളെ. ഓക്കെ, 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി? ഓ 8.8. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ചേട്ടാ? നിവേദേ. ഓ ഓക്കെ, സോ ടോട്ടൽ 17.5. യെസ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.